ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഹബീബ സജീർ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം, ഞാൻ മാറും എന്ന് പറയുന്നവർ എന്തുകൊണ്ടാണ് മാറാത്തത് എന്നതിനെക്കുറിച്ചാണ്. സാധാരണയായി നമ്മുടെ ബന്ധങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ പരസ്പരം ഇഷ്ടമില്ലാത്ത സ്വഭാവങ്ങൾ അല്ലെങ്കിൽ പെരുമാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരാൾ തീരുമാനമെടുക്കും, ഇനി ഞാൻ മാറും എന്ന്. ഇത് ഞാൻ അവസാനമായി പറയുന്നതാണ്. ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല, ഞാൻ മാറും, എന്നെ വിശ്വസിക്കൂ. ഈ വാക്കുകൾ പലർക്കും പരിചിതമാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? വാക്കുകൾ മാറുമെന്നുള്ളതായിരിക്കും, എന്നാൽ പെരുമാറ്റം കൊണ്ട് ഒരു മാറ്റവും ഉണ്ടാകാറില്ല. മാറും എന്ന് പറയുന്നത് എളുപ്പമാണ്, എന്നാൽ മാറ്റം കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്നറിയാമോ? ആദ്യം വേദന വരുമ്പോൾ ആളുകൾ വാഗ്ദാനം ചെയ്യും, പക്ഷേ വേദന കുറഞ്ഞാൽ പഴയ സ്വഭാവത്തിലേക്ക് തിരിച്ചു പോകും. രണ്ടാമത് അവർക്ക് കുറ്റബോധമുണ്ടാകും, പക്ഷേ വ്യക്തമായ തീരുമാനം ഉണ്ടാകണമെന്നില്ല. മൂന്നാമത് മാറ്റത്തിന് ശ്രമം വേണം. ശ്രമം മാത്രം പോരാ, സ്ഥിരതയും വേണം. ആ സ്ഥിരതയിലൂടെ ശീലങ്ങൾ ഉണ്ടാകണം. വാക്ക് പറയാൻ ഒരു നിമിഷം മതി, പക്ഷേ ശീലം മാറ്റാൻ സമയമെടുക്കും. അതിനാൽ ഒരു കാര്യമാണ് എന്നും ഓർക്കേണ്ടത്: ക്ഷമിക്കണം എന്ന് പറയുന്നത് മാറ്റമല്ല, അതേ തെറ്റ് വീണ്ടും ചെയ്യാതിരിക്കുകയാണ് മാറ്റം. നിങ്ങൾ ആരെയെങ്കിലും വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വാക്കുകൾ മാത്രം നോക്കിയാൽ പോരാ, 3 കാര്യങ്ങൾ നോക്കണം. 1, സ്ഥിരത. ഒരു ദിവസം മാത്രം നല്ലവനാകുന്നത് മാറ്റമല്ല. 2, ശ്രമം. അവൻ സ്വയം തിരുത്താൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. 3, സമയം. സമയം കഴിഞ്ഞിട്ടും പുതിയ രീതിയിൽ തന്നെയാണോ പെരുമാറ്റം എന്ന് ശ്രദ്ധിക്കുക. സ്നേഹം ഒരാളെ അന്ധനാക്കേണ്ടതില്ല. സ്നേഹത്തിന് ബുദ്ധി ഉണ്ടാവണം. ഒരാൾ ശരിക്കും മാറാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തൻ്റെ പെരുമാറ്റം കൊണ്ട് തെളിയിക്കും, വാക്കുകൾ കൊണ്ട് മാത്രമല്ല. നിങ്ങളും മറ്റുള്ളവരോട് വാഗ്ദാനം ചെയ്യുന്നവരാണെങ്കിൽ ഒരു കാര്യം ഓർക്കുക: പറയുന്നത് കുറച്ച്, ചെയ്യുന്നത് കൂടുതലാക്കുക. കാരണം വിശ്വാസം തകരാൻ ഒരു നിമിഷം മതി, പക്ഷേ തിരികെ നേടാൻ സമയമെടുക്കും. ഇതുപോലുള്ള ജീവിതം വ്യക്തമായി കാണാൻ സഹായിക്കുന്ന സന്ദേശങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ദിവസവും പങ്കുവെക്കാറുണ്ട്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് കമൻറ്റ് ബോക്സിൽ കൊടുക്കാം.